ഹലോ, ഇതുണ്ടല്ലോ തിരുവോണത്തിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ നെല്ലായിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നെല്ലായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ അമ്മയുടെ നാടാണ്. അച്ഛനൊഴിച്ച് ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ആകെ അവിടേക്ക് ഒരു 2 വട്ടമൊക്കെ പോയിട്ടുള്ളൂ കേട്ടോ. സാധാരണ ചെല്ലുമ്പോൾ അവിടെ ആൻറ്റിയും പിള്ളേരൊക്കെ ഉണ്ടാവാറുണ്ട്. അവരുണ്ടെങ്കിൽ ഒരു പ്രത്യേക രസമാണ്. പക്ഷേ ഈ വട്ടം ചെന്നപ്പോൾ അവരുണ്ടായിരുന്നില്ല. ആകെ അവിടുത്തെ അമ്മാമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതായത് അമ്മയുടെ അമ്മയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഫ്രണ്ടിലേക്ക് വേഗം വന്നായിരുന്നേ. എന്നിപ്പോൾ നല്ല ഭംഗിയായിട്ട് ഒരു പൂക്കളൊക്കെ ഇട്ടത് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വിശേഷം പറച്ചിലും ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അവിടെയും അമ്മയുടെ തന്നെ കുറേ കസിൻസൊക്കെ അവിടെ തന്നെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പം അങ്ങോട്ടേക്കാണ് കേട്ടത് പിന്നെ പോയത്. അവിടെ ഭയങ്കര രസമാണ്. പൂർണ്ണമായിട്ട് നാട്ടിൻപുറം ഗ്രാമം എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഏറെക്കുറെ അങ്ങനെയൊക്കെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടത്. ഇപ്പം അഷ്ടമിച്ചിറയിലായാലും മതിലകത്തായാലും ഒരുപാട് ഇങ്ങനെ ഇവിടെയുള്ള കുറേ കാഴ്ചകളൊന്നും കാണാൻ പറ്റാറില്ല. അത് നെല്ലായി ചെന്നതിന് ശേഷമാണ് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല, പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ നമുക്ക് തരുന്നൊരു സ്നേഹം ഉണ്ടല്ലോ, അത് വളരെ സ്പെഷ്യലാണ്. പൂവണ്ടാന്ന് തോന്നിപ്പിക്കില്ല. അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, അവിടെ നിറച്ചും പശുക്കളുണ്ട്. പിന്നെ പശുവിൻ്റെ കുട്ടി അങ്ങനെയൊക്കെ നല്ല രസമാണ് കാണാൻ, തന്നെ നല്ല രസമാണ്. പിന്നെ കുറേ കോഴികളുണ്ട്, ആട്ടിൻ കുഞ്ഞുങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് നിറച്ചും, മനസ്സിലായി. അപ്പം നല്ല രസമാണ്. ആ ഒരു വൈബ് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും. എല്ലാവരുമായിട്ട് സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് കേട്ടോ ഞങ്ങളൊരാളെ കണ്ടത്. അടുത്ത് പോകാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് അകലേ നിങ്ങൾ സൂം ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. വന്ന വഴി അത് അതിൻ്റെ പാട്ടിന് പോവുകയും ചെയ്തു. അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കല്ലേ, വന്ന വഴി ഞങ്ങൾ മറന്നുപോയി. വന്ന വഴി ഇതല്ലല്ലോ, അവിടേക്ക് വേറെ വഴിയില്ലല്ലോ എന്ന് ആലോചിച്ച് തിരിച്ച് കിടക്കാണ് ഞാനും കുക്കും കൂടെ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ പുലിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നടന്ന് ഞങ്ങൾ അതിൻ്റെ പുറത്ത് കിടന്നിട്ടാ. നമ്മുടെ മാമൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു സ്ഥലമാണത്. നല്ല ഭംഗിയായിരുന്നു. ഒരു പ്രത്യേക രസമാണ് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ. ഞങ്ങൾ അവിടെ ചെന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്നൊക്കെ വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്നപ്പോൾ വേറെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. ഞങ്ങൾ അവിടെ തന്നെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്, പിന്നെ കുക്കുവിന് കുറച്ച് പൂവൊക്കെ അവിടെ നിന്ന് പൊട്ടിച്ചൊക്കെ കൊടുത്ത് പുള്ളിക്കാരി ഒന്ന് ഹാപ്പിയാക്കി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ പിന്നെ അവിടെ ഞങ്ങൾ ഇറങ്ങി. അധികം ലേറ്റ് ആക്കണ്ടെന്ന് വെച്ചിട്ട്. പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്കൊരു പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കാനായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ചാലക്കുടിയിൽ മൈജിയിൽ കയറിയിട്ട് വാഷിംഗ് മെഷീനൊക്കെ നോക്കി. ഇതാ കാണുന്ന 5 സ്റ്റാർ ഹെയറിൻ്റെ ആണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മളത് പർച്ചേസ് ചെയ്തായിരുന്നു. അത്യാവശ്യം ഓണത്തിൻ്റെ ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ സാധനം നമുക്ക് അത്യാവശ്യമായിരുന്നു. നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും അത് കുറച്ച് ഇപ്പം ഇത്തിരി ടഫാണ് അതിൻ്റെ കാര്യം. അപ്പം അങ്ങനെ അതൊക്കെ പർച്ചേസ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ അന്നത്തെ ഒരു ദിവസം തീർന്നു.